ഈ കരയുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അമ്മയുടെ 10ാമത്തെ മോനാണെന്ന് പറയുമ്പോഴൊക്കെ ചില പരിഷ്കാരികൾ എന്നോട് ചോദിക്കും, ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ ഈ 10 പിള്ളേരെ വളർത്താൻ എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ട്. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ നമ്മൾ ഭാരം കുറയ്ക്കാൻ ഷോർട്ട് കട്ടുകൾ എടുക്കുന്നുണ്ട്, ബൈപ്പാസുകൾ എടുക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് ബൈപ്പാസുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ കർത്താവിലേക്കുള്ള യാത്ര ബൈപ്പാസുകളില്ലാത്ത യാത്രയാണ്. കർത്താവിലേക്കുള്ള യാത്ര ബൈപ്പാസുകളില്ലാത്ത യാത്രയാണ്. കരയുന്നവർ ഭാഗ്യവാന്മാർ. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളെക്കാളൊക്കെ വളരെ വളരെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ് അമേരിക്കക്കാരെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ നോർത്ത് ഡക്കോട്ടയിൽ ബിസ്മാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനവിടെ അവധിയിലായിരുന്നു. ഞാനാണ് വികാരിയുടെ ചാർജ് വഹിക്കുന്നത്. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം, ഒരു വീട്ടിലെ 15ാമത്തെ കുഞ്ഞിനെ ഞാൻ മാമുദീസ മുക്കിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ ചുംബിച്ച് തിരിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിർത്തണ്ട കേട്ടോ. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് കല്ലറിൽ കൊള്ളേല്. ഞാൻ പറഞ്ഞു, നിർത്തരുത് കേട്ടോ. ജേക്കബ് തൂങ്കുഴി മെത്രാപ്പോലിത്ത മലബാറിൽ നിന്ന് ബിഷപ്പായിട്ട് വന്നു. ഈ തൃശ്ശൂർക്കാർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വകാര്യ സമ്പ്രദായങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഭാഷയുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്നത് തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾക്ക് അസൂയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ മൈൻഡ് ചെയ്യില്ല. ഈ കേരള സാഹിത്യ അക്കാദമിക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നത്? തൃശ്ശൂരാണ് വെച്ചിരിക്കുന്നത്. ഈ തൂങ്കുഴി പിതാവുണ്ടല്ലോ, ഞങ്ങൾ തൃശ്ശൂരിൽ വന്ന്, അങ്ങ് മലബാറിലായിരുന്നു അദ്ദേഹം. തൃശ്ശൂരുമായിട്ടൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥതയാണ്. ഈ രൂപത കൊണ്ടു നടക്കാനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ആകുലതയുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ, ഞാൻ, അന്ന് ആൻഡ്രൂസ് തിരുമേനി, ബോസ്കോ തിരുമേനി, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കൗൺസിൽ. ഞങ്ങളെല്ലാ ദിവസവും രാവിലെ ചെന്ന് ഈ അച്ഛന്മാരുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഇദ്ദേഹത്തിനെ ബോധിപ്പിക്കും. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചിട്ട് ആലപ്പാട്ടച്ചന് ഇന്ന പ്രശ്നമുണ്ട്, ബ്രഹ്മകുളച്ചന് മറ്റേ കുഴപ്പമുണ്ട്, മറ്റേ അച്ഛന് ചെറിയത്തച്ഛന് ചെറിയൊരു പെണ്ണ് കേസുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങളുടെ ധാരണ തൃശ്ശൂർക്കാർ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരാണെന്നുള്ളതാണ്. ഈ പിതാവ് ഉണ്ടല്ലോ, ഒരു പൊട്ടൻ്റെ പോലെ എല്ലാം കേട്ടിരിക്കും. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ മനുഷ്യനെ എങ്ങനെ ഈ രൂപത കൊണ്ടു നടക്കും? ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപത, 5 ലക്ഷം ആളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സാമ്പത്തിക സുസ്ഥതയുണ്ട്. ഇതുപോലൊരു പച്ചപ്പാവം മെത്രാനിച്ച് ഈ രൂപത എങ്ങനെയാണ് കൊണ്ടു നടക്കണേ? അങ്ങനെ ഞങ്ങൾ ചെന്ന് എല്ലാ ദിവസവും രാവിലെ ബ്രീഫ് ചെയ്യും. അച്ഛൻ അവിടെ കുഴപ്പമുണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ നിന്ന് ഇപ്പം അദ്ദേഹത്തിന് മാറ്റം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കാതോർത്തിരിക്കണത് കണ്ടു കഴിഞ്ഞാൽ ഇത്ര അനുസരണ ഒരു കുട്ടി, പട്ടത്തിന് പഠിക്കുന്ന കുട്ടി ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുക. ഞാൻ അവസാനം ഒരു ദിവസം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, പിതാവേ, ഞങ്ങളെ പിതാവ് പൊട്ടന്മാരാക്കാണോ? അപ്പം പിതാവ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിവുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. നിങ്ങൾക്കത് പറയുമ്പോൾ ഒരു സുഖവും സ്വസ്ഥതയും കിട്ടുന്നില്ലേ? അത് പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഒരിക്കലേ ഞാനൊരു വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു ദിവസം പറയുന്ന കാര്യങ്ങൾ വേർതിരിച്ച് നോക്കിയ 2 ഗ്രൂപ്പുണ്ട്. ഒന്നാമത്തേത് എൻ്റെ പൊക്കച്ചം. ഞാൻ ആരാന്ന് നിങ്ങൾ വിചാരിച്ച്?
2 നിങ്ങളുടെ കുറവുകൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല ഫാദർ, ഇല്ല തട്ടിൽ അച്ഛാ, മറ്റുള്ളവർക്ക് കുറവുകളുണ്ട്, അത് നിങ്ങൾ എന്നെ പറഞ്ഞ് കേൾപ്പിക്കണ്ട, അതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളത് കൊണ്ടാണ് എന്നെ മേൽപ്പട്ടക്കാരനാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അത് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഞങ്ങളുടെ സഭയിൽ കുമ്പസാരം എന്നൊരു കൂദാശയുണ്ട്. എങ്ങനെയാണാവോ സത്യത്തിൽ പട്ടത്വത്തിലെ ദൈവത്തിൻ്റെ കൈവപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടാകുന്നത് ഈ കുമ്പസാരത്തിൽ കേട്ട കാര്യങ്ങളൊന്നും അച്ഛന്മാർ പുറത്ത് പറയുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം ധൈര്യമില്ല അവർക്ക്, കാരണം പട്ടത്വത്തിലെ കൈവപ്പുള്ളത് കൊണ്ട്. ഞാനൊരു കാര്യം കൊണ്ട് പറയട്ടെ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. ഈ നീതിയൊക്കെ ചിലപ്പോഴുണ്ടല്ലോ സാഹചര്യം അനുസരിച്ച് മാറും. നിങ്ങൾ തൃശ്ശൂർ അതിരൂപതയിലെ ഒരു കിഡ്നി അച്ഛൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാകണം അദ്ദേഹം ഒന്ന് കിഡ്നി കൊടുത്തച്ഛൻ, ഡേവിസ് ചെറമിലച്ഛൻ. അദ്ദേഹം ഞാനിരുന്ന പള്ളിയിലെ ചമ്മാച്ചനായിരിക്കും എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മാറ്റം കൊടുത്തു. ആ മാറ്റം കൊടുത്ത പള്ളി ഒരു കടലോരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാണ്ട് ബേജാറായി. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല. അദ്ദേഹം വളരെ പ്രസരിപ്പുള്ളൊരു കൊച്ചനാണ്. അദ്ദേഹം നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ ഷമാശനായിരിക്കുമ്പോഴേ എനിക്ക് ഒരുപാട് വാത്സല്യൊരു കുട്ടിയാണ്. പിന്നെ ഞാൻ അരമനയിലെ പ്രധാന ഒരു തസ്തികയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ മാറ്റക്കടലാസ് കിട്ടിയ വഴിക്ക് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡേവിസേ, അവിടെ നിനക്ക് ഒരു ദൗത്യം തമ്പുരാൻ വെച്ചിട്ടുണ്ട് മോനെ. മെത്രാൻ എന്നെ അങ്ങോട്ട് മാറ്റിയെങ്കിലും മെത്രാൻ്റെ മാറ്റത്തിൽ തമ്പുരാൻ്റെ ഒരു ഇടപെടലുണ്ട് കുട്ടി. അതുകൊണ്ട് നീ അതിൽ ധൈര്യമായിട്ട് വിശ്വസിക്കുക. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, നിനക്ക് അവിടെ പോയിട്ട്, ഒരു കടലോരമാണ്, അവിടെ പോയിട്ട് നിനക്ക് വെള്ളം പിടിക്കാതെ വരികയോ നിനക്ക് വല്ല അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത മാറ്റത്തിൽ ഞാൻ നിനക്ക് ഉറപ്പായിട്ടും മാറ്റം വാങ്ങിച്ചു തരും, നീ ധൈര്യമായിട്ട് പൊക്കോ. അങ്ങനെ ഈ കൊച്ചൻ ചെറുപ്പമാണ്. അവൻ ഈ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പടിക്കൽ ഒരു പരസ്യം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗോപാലകൃഷ്ണൻ്റെ കിഡ്നി പോയിട്ടുണ്ട്. ആ ഗോപാലകൃഷ്ണൻ്റെ കിഡ്നി മാറ്റിവെക്കാനായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുള്ള മീറ്റിങ്ങാണ്. കൈക്കാരന്മാർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്കൂളിലാണ് മീറ്റിംഗ് കൂടുന്നത്, ഫാദർ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ അർഹിക്കുന്നൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ഗോപാലകൃഷ്ണനാണ്. അപ്പം നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അച്ഛൻ മീറ്റിങ്ങിന് പോയിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, കാശുണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ഇറങ്ങി പിരിച്ചോളാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 15 ലക്ഷം എത്ര ലക്ഷം രൂപയാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട പണം ഞാൻ. അപ്പം അവർക്ക് ഭയങ്കര ആശ്വാസമായി. അച്ഛൻ വന്നത് നന്നായി, പൈസ പിരിക്കേണ്ട കാര്യം അച്ഛൻ ഏറ്റെടുത്തു. അപ്പം അച്ഛൻ പെട്ടെന്ന് ആളുകളൊക്കെ കണ്ടു. ആളുകൾ അച്ഛൻ ഇറങ്ങിയതുകൊണ്ട് പണം കൊടുത്തു, പണമായി. പക്ഷെ കിഡ്നി കിട്ടാനില്ല. അപ്പോൾ പലരും ചോദിച്ചു, ഇനിയിപ്പോൾ കിഡ്നി എങ്ങനെ കിട്ടുക? അവന് ഈ സമയത്ത് മീറ്റിങ്ങിൽ ഒരുത്തൻ ചോദിച്ചു, അച്ഛാ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചാൽ പറഞ്ഞു, അച്ഛാ അച്ഛൻ കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും. അങ്ങനെയാണ് അച്ഛൻ കിഡ്നി കൊടുക്കാൻ തീരുമാനിച്ചേ. ഒരു കുഴിയിൽ ചാടിയതാ. ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതവിടെ വെച്ചാൽ സംഭവിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അച്ഛാ കൊടുക്കുകയേ. ഈ കിഡ്നി കൊടുത്തതിന് ശേഷം ഇപ്പം 3 കിഡ്നിയുടെ ആരോഗ്യത്തിൽ അച്ഛൻ ജോലി ചെയ്യണേ. എന്തൊരു ആരോഗ്യത്തിലാണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നീതിക്ക് വേണ്ടി വിശക്കുക, നിങ്ങൾ കരുണ കാണിക്കുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.